നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ കൂടി യുദ്ധരംഗത്തേക്ക് എത്തിയതോടെ പോരാട്ടം രൂക്ഷമാവുകയായിരുന്നു. ഇപ്പോഴത്തെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമാൻഡർ ജനറൽ ഹുസൈൻ സലാമി ഭൂഗർഭ അറയിലെ മിസൈൽ സംഭരണശാല സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. പുറത്തുവന്ന ദൃശ്യത്തിൽ സലാമി സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് കാണാം. ഈ രാജ്യത്തിന്റെ വിദൂരതയിലുള്ള പല കോണുകളിലും ദിനംപ്രതി മിസൈലുകളും മറ്റും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തങ്ങളുടെ ഉൽപാദന ശേഷി ഇല്ലാതെയായി എന്നായിരിക്കും ശത്രുക്കൾ കരുതുന്നതെന്ന് പറഞ്ഞ സലാമി യഥാർത്ഥത്തിൽ തങ്ങളുടെ മിസൈൽ ശക്തി വർദ്ധിച്ചു വരികയാണെന്നും പറഞ്ഞു. മറ്റൊരു വീഡിയോയിൽ അദ്ദേഹം മിസൈൽ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വസ്തു പരിശോധിക്കുന്നതുമുണ്ട്. ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നാണെന്നോ എവിടെ വെച്ചാണെന്നോ ഇനിയും വ്യക്തമല്ല. 1979 ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷം ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ച അന്നു മുതൽ സൈന്യത്തിൽ ഉള്ളയാളാണ് സലാമി. താഴേക്കിടയിൽ നിന്നും പടിപടിയായി ഉയർന്നാണ് അദ്ദേഹം സൈനിക മേധാവിയായത്. ഏറെ പ്രകോപനപരമായ പ്രസംഗങ്ങൾക്ക് പേരുകേട്ട വ്യക്തി കൂടിയാണ് സലാമി. മാത്രമല്ല, ഇറാൻ പരമാധികാരി അലി ഹൊസൈനി ഖമേനിയുടെ കടുത്ത വിധേയത്വം പുലർത്തുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. കഴിഞ്ഞ ഒക്ടോബറിൽ ടെഹ്റാനിലും പടിഞ്ഞാറൻ ഇറാനിലുമുള്ള മിസൈൽ ഫാക്ടറികൾ വ്യോമാക്രമണത്തിലൂടെ ഇസ്രയേൽ തകർത്തതായി അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ആക്രമണത്തിൽ കാര്യമായ നഷ്ടമൊന്നും സംഭവിച്ചില്ല എന്ന നിലപാടായിരുന്നു ഇറാന്റേത്. ഇറാന്റെ നിലപാടായിരുന്നു എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഈ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തതിന് പിന്നിലെന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. മിസൈൽ നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ സൗകര്യത്തിൽ ഇറാന്റെ പ്രധാന തന്ത്രപ്രധാനമായ ആസ്തികളിൽ ഉൾപ്പെടുന്ന ഇമാദ്, ഖദർ, ക്വിയാം ഇനങ്ങളിൽപ്പെട്ട ദ്രാവക ഇന്ധന മിസൈലുകളുടെ ഒരു ശ്രേണി തന്നെയുണ്ട്. വീഡിയോയിൽ സൗകര്യത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ പ്രതിനിധീകരിക്കുന്നുള്ളൂ. സൈറ്റിന്റെ ഏകദേശം 90% വെളിപ്പെടുത്താതെ അവശേഷിക്കുന്നു. ഇറാന്റെ മിസൈൽ ആയുധ ശേഖരത്തിന്റെ തുടർച്ചയായ വിപുലീകരണത്തിന് ഉദ്യോഗസ്ഥർ ഊന്നൽ നൽകിയതായി ഇതിലൂടെ വ്യക്തമാണ്. ഇറാന്റെ സ്വാശ്രയത്വം വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് സലാമി രാജ്യത്തിന്റെ പ്രതിരോധശേഷി പൂർണ്ണമായും തദ്ദേശീയ വിഭാഗങ്ങളിൽ വേരൂന്നിയെന്ന് ഊന്നി പറഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്താൻ ഈ താവളം ഉപയോഗിച്ചിരുന്നതായി വീഡിയോയിൽ അവകാശപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഏപ്രിലിലും ഒക്ടോബറിലും ഇസ്രായേലിനെതിരായ ആക്രമണങ്ങളിൽ ഈ സൗകര്യത്തിൽ സൂക്ഷിച്ചിരുന്ന മിസൈലുകൾ ഉപയോഗിച്ചതായി ഔദ്യോഗിക മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി നൂതന ശേഷിയുള്ള പുതിയ തലമുറ മിസൈലുകൾ വികസിപ്പിക്കുകയാണെന്ന് IRGC പരിപാടിയിൽ സംസാരിക്കവെ സലാമി അറിയിച്ചു. ആയിരക്കണക്കിന് IRGC അംഗങ്ങളും ബാസിജ് മിലിഷ്യ പോരാളികളും പങ്കെടുത്ത ടെഹ്റാനിലെ ഒരു വലിയ സൈനിക പരേഡിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തത്. ഇറാനിയൻ തസ്നീം ന്യൂസ് ഏജൻസി പറയുന്നതനുസരിച്ച് 1,10,000 ബാസിജ് റിസർവിസ്റ്റുകളെ ഉൾപ്പെട്ട ഒരു ഡ്രിൽ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നതായാണ്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് സൈനിക ശക്തിയുടെ ഈ പ്രകടനം. മുസ്ലിം ലോകത്തിടനീളമുള്ള പ്രക്ഷുബ്ധങ്ങൾക്ക് ഉത്തരവാദി അമേരിക്കയാണെന്ന് മുതിർന്ന IRGC അംഗം മുഹമ്മദ് റസ നഖ്വി ആരോപിച്ചിരുന്നു. നമുക്ക് സയനിസ്റ്റ് ഭരണകൂടത്തെ നശിപ്പിക്കാനും ഈ മേഖലയിൽ നിന്ന് അമേരിക്കൻ താവളങ്ങൾ നീക്കം ചെയ്യാനും കഴിയുമെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് പരിഹരിക്കപ്പെടുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.